ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഗ്രാമറിന്റെ ക്ലാസ്സിൽ ഫ്രേസസ് ആണ്. ഫ്രേസസും പിന്നെ ടൈപ്പ് ഓഫ് ഫ്രേസസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഫ്രേസസ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ് ദാറ്റ് മേക്ക് സെൻസ് ബട്ട് നോട്ട് കംപ്ലീറ്റ് സെൻസ് ഈസ് കോൾഡ് ഫ്രേസസ്. അതായത് അർത്ഥമുണ്ടെങ്കിലും പൂർണ്ണമായ അർത്ഥം നൽകാൻ കഴിയാത്ത പദസമൂഹമാണ് ഫ്രേസസ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും ഇതിനൊരു അർത്ഥമുണ്ട്, പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ട് നൽകാനായിട്ട് കഴിയത്തില്ല. അർത്ഥമുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള അർത്ഥം നൽകാൻ കഴിയത്തില്ല. അതിനെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രേസസ് നോക്കാം. അഡ്ജക്റ്റീവ് ഫ്രേസസ്. അഡ്ജക്റ്റീവ് ഫ്രേസസ് ഒന്നാമത്തെ അതിൽ വരുന്നത് എ ഫ്രേസസ് ദാറ്റ് ഡസ് ദി വർക്ക് ഓഫ് ആൻ അഡ്ജക്റ്റീവ്സ് ഈസ് termed as adjective phrases. എന്ന് വെച്ചാലില്ലേ, ഈ ഫ്രേസസ് വന്നിട്ട് നമുക്ക് ഫ്രേസസ് ദാറ്റ് ഡസ് ദി വർക്ക്, അതൊരു ജോലി ചെയ്യുന്നുണ്ട്. ഓഫ് ആൻ അഡ്ജക്റ്റീവ്സിന്റെ ജോലിയാണ് ഫ്രേസസ് ചെയ്യുന്നത്. ഈസ് ടെർമിനേറ്റഡ്, അപ്പൊ അതിങ്ങനെ എന്തുവാ terminate ആയി termed that work of an adjective is termed as adjective phrase. അതുകൊണ്ടാണ് അതിനെ അഡ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഓക്കെ, കാരണം അത് അഡ്ജക്റ്റീവിന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവിന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അഡ്ജക്റ്റീവ് ഫ്രേസസ് രണ്ടും വരുമ്പോൾ എങ്ങനെ വരും നോക്കാം. ആൻഡ് ഐവറി ബോക്സസ് വരുന്നുണ്ട്. എ ബോക്സ് മേഡ് അപ്പ് ഓഫ് ഐവറി, ഇതാണ് സെയിം ആയിട്ടാണ് വരുന്നത്. അത് ഐവറിയുടെ ബോക്സ് ആണ്. ഇത് ഐവറി ബോക്സ് കൊണ്ട് ചെയ്തതാണ് എന്ന് വരുന്ന പോലെ. ആൻഡ് ബ്യൂട്ടിഫുൾ ഫ്ലവർ, നല്ല ഭംഗിയുള്ള പൂക്കൾ. എ ഫ്ലവർ ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ആ പൂക്കൾ ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ അർത്ഥം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സെയിം അർത്ഥമാണ്, സെന്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പക്ഷെ പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരേ അർത്ഥമാണ് വരുന്നത്. നമ്മളിപ്പോ ഇത് പറയും, എന്തുവാ, എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, എന്നുള്ള ഒരു പൂ കണ്ടാൽ നമ്മൾ പറയും ഓ എത്ര ഭംഗിയുള്ള പൂക്കളാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പറയാറുണ്ട് എന്താ ഭംഗിയുള്ള പൂക്കളാണെന്നുള്ളത്. അപ്പൊ പിന്നെ എ ഫ്ലവേഴ്സ് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ഇപ്പൊ നമ്മൾ പറയുമ്പോ ആ പൂക്കളെ കാണാൻ എന്ത് നല്ല ഭംഗിയാന്നും ആ രണ്ട് രീതിയിൽ നമ്മൾ പറയാറ്. പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതിന് അർത്ഥമുണ്ട്, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, അതിന് മീനിങ് ഉണ്ട്. ദ അമേരിക്കൻ കൺസുലേറ്റ് ഓഫ് അമേരിക്ക, ഇതും അതുപോലെ തന്നെ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം രണ്ടാമത്തെ ആഡ്വേർബ് ഫ്രേസസ് വന്നിട്ട് എ ഫ്രേസസ് ദാറ്റ് ഡസ് ദി വർക്ക് ഓഫ് ആൻ ആഡ്വേർബ്, ഇതും അതേപോലെയാണ്. ഈ ഫ്രേസസിന്റെ ആഡ്വേർബിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ആഡ്വേർബ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. ഷീ ഡാൻസ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ, ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഡാൻസ് ചെയ്തു, നൃത്തം ചെയ്തു എന്ന് വരും. ഹിയർ ദ ഫ്രേസസ് ഈസ് എ ബ്യൂട്ടിഫുൾ, ഇവിടെ വന്നിട്ട് ഫ്രേസസിനെയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, ബ്യൂട്ടിഫുൾ മാനർ എന്ന് പറയുന്നത്. ടെൻസ് ടു മോഡിഫൈ ദ വെർബ് ഡാൻസ്, അപ്പൊ ടെൻസ് വന്നിട്ട് മോഡിഫൈ ചെയ്യാനായിട്ട് വെർബിന്റെ ഡാൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഹിയർ ദ ഫ്രേസസ് ഈസ് എ ബ്യൂട്ടിഫുൾ, ഇവിടെ ഫ്രേസസ് ആണ്, ബ്യൂട്ടിഫുളിനെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ മാനർ, ടേം ടു മോഡിഫൈ ദി വെർബ് ഡാൻസ്, വെർബിനെ മോഡിഫൈ ചെയ്യാൻ, ഡാൻസ് എന്ന് പറഞ്ഞിട്ട് വെർബിനെ മോഡിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇനി വന്നിട്ട് ആഡ്വേർബ് ഫ്രേസസ്, അതിൽ ഡിസ്റ്റൻസ് വരും. അറ്റ് എ ലോങ് ഡിസ്റ്റൻസ്, ക്വിക്ലി, ഇൻ എ ക്വിക്ലി മാനർ, ഇൻ ഹേസ്റ്റഡ്. ഇപ്പൊ ഇതിങ്ങനെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളറിയ ലോങ് ഡിസ്റ്റൻസ്, ഒത്തിരി ദൂരമുള്ള ഡിസ്റ്റൻസ് ആണ്, ദൂരം പോകണം. ക്വിക്ലി എന്ന് വെച്ചാൽ വേഗം ചെയ്യാനായിട്ട്, ഇൻ എ ക്വിക്ലി മാനർ. ഓക്കെ, ഇനി ലാസ്റ്റ് വന്നിട്ട് നൗൺ ഫ്രേസസ് എന്ന് വെച്ചാൽ ദ ഫ്രേസസ് ദാറ്റ് ഡസ് ദി വർക്ക് ഓഫ് എ നൗൺ ഈസ് കോൾഡ് എ നൗൺ ഫ്രേസസ്, അതായത് നൗണിന്റെ ജോലി ചെയ്യുന്നതിനാണ് നമ്മൾ നൗൺ ഫ്രേസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ടു മേക്ക് എ ഹൗസ് ഈസ് നോട്ട് ഈസി, എന്ന് വെച്ചാൽ ഒരു വീടുണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല. ടു മേക്ക് എ ഹൗസ് ഫങ്ഷൻസ് ആസ് ദ സബ്ജക്ട് ഓഫ് ദി സെന്റൻസ്, ടു മേക്ക് എ ഹൗസ്, വീടുണ്ടാക്കുന്ന ഫങ്ഷൻസ് ആസ് ദി സബ്ജക്ട്, ഫങ്ഷൻസിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്, ഓഫ് ദി സെന്റൻസിൽ വരുന്നത്. ആസ് ഇറ്റ് ഡസ് ദി വർക്ക് ഓഫ് എ നൗൺ, ഇത് നൗണിന്റെ ജോലിയാണ് ചെയ്യുന്നത്. മേ ബി കോൾഡ് എ നൗൺ ഫ്രേസസ്, അപ്പൊ അതിനെയാണ് നമ്മൾ നൗൺ ഫ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ അതിനുള്ള റിപ്ലൈയും ഞാൻ അപ്പോൾ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.